ഹലോ ഹായ് വെൽക്കം ബാക്ക്. അങ്ങനെ ലിയോ സിനിമയുടെ ശേഷം തലപതി വിജയ് സാറിൻ്റെ അടുത്ത സിനിമയായ ഗോട്ട് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സിനിമയുടെ ട്രെയിലർ വന്നിരിക്കുകയാണ്. അതായത് ട്രെയിലർ വന്നിട്ട് 2 ദിവസമായി. സോ സിനിമയുടെ ട്രെയിലർ കണ്ടു നോക്കാം. സിനിമയിൽ വിജയ് സാറാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. പിന്നെ മറ്റ് കഥാപാത്രങ്ങളായിട്ട് നമ്മുടെ പ്രഭുദേവ് സാറുണ്ട്, ജയറാം, അങ്ങനെ ഒരുപാട് പേരുണ്ട്. സോ സംവിധാനം പിന്നെ എഴുതിയിരിക്കുന്നത് വെങ്കട്ട് പ്രഭുവാണ്. പിന്നെ യുവൻ ശങ്കർ മ്യൂസിക്. സോ ട്രെയിലർ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ലെറ്റ്സ് ബിഗിൻ ദി ട്രെയിലർ. 2 മിനിറ്റ് 52 സെക്കൻഡ് ട്രെയിലർ. ഓക്കെ, ഇയർഫോൺ போடுங்க. போயிட்டா Guys, this is a new assignment. உங்களை லீட் பண்ண போறது ஒரு புது 68 international successful operations, hostage negotiator, field agent, spy. In short, he is a goat of SATs. രക്ഷകനായവരാണ്. குழந்தை நல்லா இருக்கு, ஒன்றும் டென்ஷன் ஆகாத. எனக்கு குழந்தைய நினைச்சலாம் டென்ஷன் இல்லை, காந்தியை நினைச்சுதான் டென்ஷன். இப்பெல்லாம் அலோஃபா சுத்திட்டு இருக்காரு, வீட்டுக்கும் டைமுக்கு வரதில்ல. இனிமே சத்தியமா குடிக்கூடாதுடா. ஏதாவது பொண்ணோட தொடர்பு இருக்கும்னு கொஞ்சம் சந்தேகமா இருக்கு. சில்லி மூமெண்ட். அறிவு இருக்கடா உனக்கு? எல்லா மிஷனுக்கு ஃபேமிலியோட ஹாலிடேக்கு போவானா? அதுவும் பேங்காக்கு குடும்பத்தோட போவானா? நான் அனுபவிச்ச இந்த பெயினை காந்தியும் அனுபவிக்கலாம். இல்லப்பா, you're in danger. விஜய் இது வரைக்கும் நிறைய பேர் காந்தி வேஷம் போட்டு பார்த்துருக்கேன். ஆனால் ஃபார் த ஃபர்ஸ்ட் டைம் காந்தியே வேஷம் போட்டு பார்க்கல. சென்னையில் ஏதோ ஒரு இடத்துல பாம்பு வைக்க போகிறாங்க. பிரச்சனையை விட்டு நீங்க 2 பேர் சண்டை போட்டுட்டு இருக்கீங்க. உன்னால முடியல, நான் சொல்லு, நான் போட்டேன். வயசாயிடுச்சு, ஸ்குவாடை விட்டு போய் பல வருஷம் ஆச்சு. எப்படின்னு யோசிக்கிறீங்களா? எவ்வளோ வயசான என்னையா? A lion is always a lion. പുതിയ ടൈറ്റിൽ കാണാൻ. Do you think you can stop me? Do you think you can stop me? No one can stop me. மருதமலை மாமணியே முருகையா, தேவனின் குலம் காக்கும் வேலையா, ஹையா. September 5 theaters. I'm waiting. Yeah, we are waiting to watch you, Anna. എന്നാലും ട്രെയിലർ നന്നായിട്ടുണ്ട്. ഇങ്ങനെ ആയിട്ട് പോകുന്നു. ട്രെയിലറിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തത് മറ്റേ യങ്കർ വിജയ്, അത് ഭയങ്കര ഷോക്കായ പോലെ തോന്നുന്നുണ്ടായിരുന്നു. എന്തോ ഒരു കാർട്ടൂൺ പോലെ തോന്നുന്നുണ്ട് ആ യങ്കർ വിജയ് ഉണ്ടാക്കിയത്. ഓവറോൾ പറയുകയാണെങ്കിൽ ട്രെയിലർ ഒരു നന്നായിട്ടുണ്ട്. ചിലപ്പോൾ എന്താ അറിയില്ല, എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നുന്നുണ്ട്. അറിയില്ല, അതായത് ഒരു ആർമി ഏജൻറ്റ് റിട്ടയർഡ് ആയതിനു ശേഷം പുള്ളിൻ്റെ റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതായിരിക്കാം ഏതോ ഒരു ടീം. എന്നിട്ട് അദ്ദേഹത്തിനെ തിരിക്കുന്നത് അത് സെയിം പ്രൊസീജിയർ എന്തെങ്കിലും ആവട്ടെ. വിജയ് സിനിമ കാണുന്നത് ഒരു ഡിഫറെൻറ്റ് വൈബാണ്. ആ വൈബിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് തിയേറ്ററിലോട്ട് പോയിട്ട് കാണുന്നത്. സോ വിജയ് സിനിമ കണ്ടിട്ട് ബാക്കി പറയാം. അതായത് സെപ്റ്റംബർ 5 ആണ് റിലീസ്. ബാക്കി സിനിമ കണ്ട ശേഷം പറയാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എത്ര പേര് 500 സബ്സ്ക്രൈബറാണ്, ആവട്ടെ മതി. സോ അപ്പോൾ ബൈ. Niña, cada ángel en